SNC ലാവ്ലിൻ കേസ് എന്ന് പറഞ്ഞാല് നമുക്കറിയാമല്ലോ, പന്നിയാർ, പള്ളിവാസൽ, ചെങ്കുളം എന്നീ ജലവൈദ്യുത പദ്ധതികളില് അവിടുത്തെ അറ്റകുറ്റപ്പണികള് കാനഡയിലെ ലാവ്ലിൻ എന്ന് പറയുന്ന SNC ലാവ്ലിൻ എന്ന് പറയുന്ന കമ്പനിയാ ഏൽപ്പിച്ചത്. അതിൽ ശകലിച്ചൊക്കെ അഴിമതി നടന്നു. സംസ്ഥാന സർക്കാർ ഒരു 375 കോടി രൂപയുടെ നഷ്ടം അതുവഴി ഉണ്ടായി. അതായിരുന്നു ഈ കേസ്. പക്ഷെ ആ കേസ് ഇങ്ങോട്ട് കോടതിയിലേക്ക് വന്നപ്പോഴേ ഈ പിണറായി വിജയനും സെറ്റും അല്ലെ അദ്ദേഹത്തെ സഹായിക്കാനൊക്കെ നിന്ന വക്കീലന്മാരും എല്ലാം കൂടെ ചേർന്ന് ഈ കുറ്റപത്രം അങ്ങ് വിഭജിച്ചു. എന്നിട്ട് പിണറായി വിജയനെയും രണ്ടുപേരെയും വിചാരണ കൂടാതെ കുറ്റവിമുക്തരായിട്ട് അങ്ങ് വിട്ടു. മറ്റവർക്കെതിരെ കേസ് തുടരുകയും ചെയ്തു. അതിനെതിരായിട്ട് വന്നിരിക്കുന്ന കേസാണ്. അതായത് പിണറായി വിജയനെ കൂടെ പ്രതിസ്ഥാനത്ത് നിർത്തി ആ കേസിന്മേൽ വിചാരണ പുനരാരംഭിക്കണം അല്ലെങ്കിൽ നടത്തണം എന്ന് ആവശ്യപ്പെടുന്ന കേസാണ്. മനസ്സിലായില്ലേ? അതാണ് ഇങ്ങനെ നീട്ടിവെച്ചുകൊണ്ടിരിക്കുന്നത്. 40 തവണ നീട്ടിവെച്ചു എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പ്രധാനപ്പെട്ട കേസാ, പ്രമാദമായ കേസാ. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത്, അതായത് 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ ഇതിന്മേൽ വിധി വരും എന്ന് പലരും പ്രതീക്ഷിച്ചതാ. അതനുസരിച്ചുള്ള രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ പലരും പ്രവചിച്ചതാ. ഇപ്പൊ ഇതിന്മേല്, ഈ കേസിന്മേല് സുപ്രീം കോടതി പുനർവിചാരണ അല്ലെങ്കിൽ തുടർ വിചാരണ അല്ലെങ്കിൽ പിണറായി വിജയനെ കൂടെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് വിചാരണ നടക്കട്ടെ എന്നെങ്ങാനും പറഞ്ഞാൽ അദ്ദേഹം രാജിവെക്കേണ്ടി വരും. അതതിന്റെ ഒരു രീതി. അദ്ദേഹത്തിന് തുടരാൻ പറ്റാതെ വരും. അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കേസിലാണ് ഇപ്പോ ഈ പിണറായി വിജയന്റെ 2ാം സർക്കാർ ഏതാണ്ട് കാലാവധി പൂർത്തിയാക്കാറായപ്പോഴും അതിങ്ങനെ സജീവമായിട്ട് അല്ലെങ്കിൽ നീട്ടിവെക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നത്.